ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ അടുത്ത ആഴ്ചയിലെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം അവിടെ നിന്നും പണവും സ്വർണവും എല്ലാം മോഷ്ടിച്ച് അവിടെ നിന്നും കടന്നു കളയുന്നുണ്ട്. അതേ സമയത്ത് വലിയ മാന്യനെ പോലെ വീണ്ടും നാട്ടിൽ അങ്ങനെ വിലസുകയാണ്. അവനല്ല ഇതൊന്നും ചെയ്തതെന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ കല്യാണിയും ശരണയും ചേർന്ന് ആ തെളിവുകളൊക്കെ കൂടി വിക്രത്തിനെ പിടികൂടുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ വഴിയരികിലിട്ട് തന്നെ റോഡ് സൈഡിലിട്ടിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലുകയാണ് കല്യാണി ചെയ്യുന്നത് വിക്രത്തിന്. അതേ സമയത്ത് പ്രകാശൻ ഇതൊന്നും അറിയുന്നില്ല. പ്രകാശൻ പറയാണ്, എന്തായാലും നമുക്ക് ഇവിടെ നിന്നും മാറണം, അതുപോലെ ആ കല്യാണിയെ ഇല്ലാതാവണം, എന്നാൽ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. ഈ ശരണയുടെ വീട്ടിലുള്ള താമസം നമുക്ക് അവസാനിപ്പിക്കാം, ഒരു വാടക വീട് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ വിക്രം അതിനൊക്കെ സമ്മതിക്കുകയാണ്. കാരണം അവൻ്റെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം പൈസയും സ്വർണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും ചേർന്ന് പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വിക്രത്തിന്. അങ്ങനെ വിക്രം പോലീസിൽ ഏൽപ്പിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രകാശനാകെ വല്ലാത്തൊരവസ്ഥയിലാണ്, കോടതിയിലൊക്കെ ഹാജരാകുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു വക്കീലിനെ വെക്കാതെ കല്യാണി തന്നെ അവന് വേണ്ടി വാദിക്കുകയും അവന് നല്ല തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നല്ല ജയിൽ ശിക്ഷ തന്നെയാണ് ഇനി കിട്ടാൻ പോകുന്നത്. പ്രകാശനാകെ കണ്ണീരായിട്ട് കഴിയുന്നുണ്ട്. ഇനി ആരുടെ കാല് പിടിച്ചിട്ടാണ് മോനെ രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്